മക്കളെ, അടുത്തതായിട്ട് നമ്മളൊരു നമുക്കൊരു പിക്ചർ അവർ തന്നിട്ടുണ്ട്. രണ്ട് പാരലൽ ലൈൻസ് സർക്കിളിനകത്ത് വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. സാർ വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരും. സാറിനെ മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സി, ഒ ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. പി ക്യു ഈസ് പാരലൽ ടു ഒ എ, പി ആർ ഈസ് പാരലൽ ടു ഒ ബി. അതായത് ഒ എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. ഒ എക്ക് സമാന്തരമാണ് പി ക്യു, ഒ ബിക്ക് സമാന്തരമാണ് പി ആർ. നമുക്കൊന്ന് നോക്കാം. ഇതാണ് പിക്ചർ. ഈ പിക്ചറിൽ ഒ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ്. ഇവിടെ പി ക്യുവിന് പാരലായിട്ടാണ് ഒ എ വന്നിരിക്കുന്നത്. അതുപോലെ പി ആറിന് പാരലായിട്ടാണ് ഒ ബി വന്നിരിക്കുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി സെൻറ്റർ ആംഗിൾ ക്യൂ ഓഫ് ദി ആർക്ക് ക്യു എസ് ആർ? അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് എ എസ് ബി ഈസ് 40 ഡിഗ്രി. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് എ എസ് ബി 40 ആണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ക്യു പി ആർ ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ക്യു പി ആർ? അല്ലെങ്കിൽ ചാപം എ എസ് ബിയുടെ കേന്ദ്രകോൺ 40 എങ്കിൽ ക്യു പി ആറിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. ഈ എ എസ് ബി എന്ന് പറയുന്ന ചാപം അല്ലെ എ എസ് ബി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 40 തന്നിട്ടുണ്ട്. അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, ക്യു പി ആറിൻ്റെ ആംഗിൾ എത്ര? അതാണ് ചോദ്യം. നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്യു പിയും ഒ എയും പാരലാണ്, ഒ ബിയും പി ആറും പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഈ എ എസ് ബി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 40 വന്നാൽ നമുക്ക് ക്യു പി ആർ എത്ര? ഇവിടെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു തിയറം മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് എഴുതി വെക്കണം. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് പാരലൽ ടു ദം. ആ പ്രിൻസിപ്പിൾ നമ്മൾ എഴുതി വയ്ക്കണം. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് പാരലൽ ടു ദം. അതായത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ സാധനം, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് പാരലൽ ടു ദം. ഇവരുമായിട്ട് പാരലായിട്ട് വരുന്ന ലൈനിൻ്റെ ഇടയ്ക്ക് എത്ര ആംഗിൾ ഉണ്ടോ അത് തന്നെ ആയിരിക്കും ഇയാളും. അപ്പോൾ അത്രയും ഓർത്തിരുന്നാൽ മതി. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, അതായത് ഈ ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് പാരലൽ ടു ദം. ഇവർക്ക് പാരലായിട്ട് വരച്ചിരിക്കുന്ന ആംഗിൾസ് നമ്മളോട് ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ട്. പി ക്യു പാരലൽ ടു ഒ എ, അതുപോലെ പി ആർ പാരലൽ ടു ഒ ബി. അപ്പോൾ ഇവർ കറസ്പോണ്ടിങ് ആയിട്ട് പാരലായതുകൊണ്ട് ഇവർക്കിടയിലുള്ള ആംഗിൾ തന്നെയായിരിക്കും ഇവർക്കിടയിലുള്ള ആംഗിളും. അപ്പോൾ ആൻസർ ക്യു പി ആർ ചോദിച്ചിരിക്കുന്നത് ക്യു പി ആറിൻ്റെ ആംഗിൾ 40 ഡിഗ്രി എന്നാണ് ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ക്യു എസ് ആർ? അതായത് ചാപം ക്യു എസ് ആറിൻ്റെ കേന്ദ്രകോൺ എന്താണ്? ക്യു എസ് ആർ ആണ്. നമ്മൾ നോട്ട് ചെയ്തോണം. ഈ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ക്യു എസ് ആർ എന്ന് പറഞ്ഞ സാറൊന്ന് വരച്ച് കാണിക്കാം. ഇതാണ് ക്യു എസ് ആർ. ഈ ക്യു എസ് ആറിൻ്റെ കേന്ദ്രകോൺ നമ്മൾ കാണണം. അപ്പം നമുക്ക് ഇതാണ് കാണേണ്ടത്. ഈ ക്യു എസ് ആറിൻ്റെ കേന്ദ്രകോൺ നമ്മൾ കാണണം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം. കാരണം എന്തുകൊണ്ടാണ്? ഈ ക്യു പി ആർ എന്ന് പറയുന്നത് 40 ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ക്യു എസ് ആർ എന്ന് പറയുന്ന ആർക്കിൻ്റെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് ഈ ക്യു ഒ ആർ ആണ്. ഈ കാണുന്ന ആംഗിളാണ് അല്ലേ? അപ്പം നമുക്ക് ക്യു എസ് ആർ എന്ന് പറയുന്ന ഈ ആംഗിള് തീർച്ചയായിട്ടും ഈ 40യുടെ ഡബിൾ 80 വരും. ഇത് നമ്മൾ ഓൾറെഡി സർക്കിളിൽ പഠിച്ചിട്ടുള്ളതല്ലേ. ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ. അപ്പം ക്യു എസ് ആർ എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് നോക്കി, ക്യു എസ് ആർ എന്ന ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിൾ ഈ ക്യു ഒ ആർ ആണ്. ആ ക്യു ഒ ആർ എന്ന് പറയുന്നത് ഈ ക്യു പി ആറിൻ്റെ ഇരട്ടി
അപ്പോൾ ഇത് 40 ആയതുകൊണ്ട് ഈ QOR80 വരും. നമ്മൾ ഈ 40 കൺഫ്യൂസ് ആകരുത്. കാരണം ഈ 40 എന്ന് പറയുന്നത് ഈ AOBയുടെ ആംഗിളാണ്. കേട്ടോ, AOBയുടെ ആംഗിളാണ് 40. ഇവിടെ നമ്മൾ QOR ആണ് കണ്ടുപിടിച്ചത്. ആ QOR എന്ന് പറയുന്നത് ഈ 40യുടെ ഇരട്ടി 80 ആയിരിക്കും അതിൻ്റെ ഉത്തരം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. മക്കൾ ആ വീഡിയോ കറക്റ്റായിട്ടൊന്ന് കാണുക, തനിച്ച് പിക്ചർ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ സാറിന് ഈ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി. സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് മക്കളെ 1-to-1 ആയിട്ട് ഹെൽപ്പ് ചെയ്യും. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും ക്ലാസ്സിലെ കൂട്ടുകാരിലേക്കൊക്കെ സാറിനെ പറ്റി ഒന്ന് പറയണം.